നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൈക്കും കാലിനൊക്കെ ഒരു തളർച്ച പോലെ. അത് ആശാനെ വെറുതെ തോന്നുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ആശാനെ സംബന്ധിച്ച് വല്ലാത്തൊരു ദിവസം തന്നെയാണ്. എല്ലാ മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകും. അതൊന്നും എന്നെ ബാധിക്കുന്നില്ലടാ. ആ കാർത്തിക് അവിടെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. മനസ്സുകൾ തമ്മിൽ പൊരുത്തില്ലെങ്കിൽ പിന്നെ എന്തും താലികെട്ട്. അമ്മയെ ബോധ്യപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനായിട്ട് ഓരോ വേഷം കെട്ട്. ഹലോ ഹലോ മാഡം. ഏയ് ഹലോ ഹലോ മാഡം. ഹലോ ഏയ് ഒന്ന് പിടിക്കാം, ഒന്ന് പിടിച്ചേ. ഞാൻ വിളിക്കാം. കമല, എന്താടാ, എന്തുണ്ടായി? ഒന്നും പറയണ്ട എന്റെ ആശാനെ. കഷ്ടകാലെന്ന് പറഞ്ഞാ പോരെ. വിജില ഒന്ന് കുളിമുറി വീണു. എന്നിട്ട് തലയൊന്ന് ഇടിച്ചു. കാലിന്റെ മുട്ടിന്റെ താഴേക്ക് ഒരു ഒടിവുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ. എന്തൊരു കഷ്ടം. ഇത് കുഴപ്പമാണല്ലോ. അതേന്ന്, നല്ല വേദനയുണ്ട്. കൊണ്ടുവരുന്നവരെ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. ഇപ്പൊ അവരെന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്ത് വേദനയ്ക്ക് ഒരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു. എടാ നീ ടെൻഷനാവണ്ട. ഇതിപ്പോ കുഴപ്പമൊന്നും വരാതെ ഈ രീതിക്കായില്ലേ, അത് ഭാഗ്യമായിട്ട് കരുതാ കേട്ടാ. ആശാൻ അറിയില്ല അവളുടെ കാര്യം. ചെറിയൊരു പനി വന്നാൽ പോലും എന്നെ അവൾ ഒരിടത്തും ഇരുത്തില്ല. ഇപ്പോ 2-3 വട്ടം തിരക്കിന്ന് പറഞ്ഞു. സംഭവം നടക്കുമ്പോ ഞാൻ എവിടെ ഇല്ല. പിന്നെ നമ്മുടെ കുട്ടന്റെ വണ്ടി പിടിച്ചിങ്ങ് പോന്നു. അല്ല ആശാനെ, എന്തായി വീട്ടിലെ കാര്യം? അതോർത്തിട്ടൊരു സമാധാനമില്ലടാ. അമ്മയുടെ ഓരോ തീരുമാനങ്ങള് എന്റെ മനസ്സിലാക്കാൻ അവിടെ ആരുമില്ലെന്ന് ആലോചിക്കുമ്പോ അതിലേറെ സങ്കടമാ. അങ്ങനെയൊന്നും പറയില്ല എന്റെ ആശാനെ. ആശാൻ ഒരിക്കലെങ്കിലും ആശാന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ കല്യാണം നടത്തിയിരിക്കാൻ വേണ്ടി ഏട്ടത്തേമ ഓടിയതിന്റെ ഒരു അംശം പോലും ആശാൻ ഓടിയിട്ടുമില്ല. ഇല്ല, പാവം ഇപ്പൊ എവിടെയെങ്കിലും കരഞ്ഞ് തളർന്നിരിക്കുന്നുണ്ടാവും. ഇത് ആക്സിഡന്റ് കേസ് എന്നാ തോന്നുന്നേ. അതിങ്ങനെ വന്നോണ്ടിരിക്കും. വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് മറ്റു വികസനങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ.
എന്താ ആശാനെ? ഏയ് അല്ല, നെഞ്ചിലെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും അല്ലേ? അതാ ആക്സിഡന്റ് കേസ് കണ്ടതുകൊണ്ടായിരിക്കും. അല്ല, സ്വന്തത്തിൽപ്പെട്ടാർക്കോ വന്ന പോലെ കൈക്കും കാലിനൊക്കെ ഒരു തളർച്ച പോലെ. അത് ആശാനെ വെറുതെ തോന്നുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ആശാനെ സംബന്ധിച്ച് വല്ലാത്തൊരു ദിവസം തന്നെയാണ്. എല്ലാ മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാകും. അതൊന്നും എന്നെ ബാധിക്കുന്നില്ലടാ. ആ കാർത്തിക് അവിടെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ചടങ്ങ് നടത്തിയേ പറ്റൂ. മനസ്സുകൾ തമ്മിൽ പൊരുത്തില്ലെങ്കിൽ പിന്നെ എന്തും താലികെട്ട്. അമ്മയെ ബോധ്യപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനായിട്ട് ഓരോ വേഷം കെട്ട്. അത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും ഇന്നും എന്റെ മനസ്സിൽ ഒരു രൂപയേ ഉള്ളൂ. അതെന്റെ ശാലിനി മാത്രമാ. ആ സ്ഥാനത്തിലേക്ക് ഒരാളും വരിയില്ല. അതെനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആശാനെ, എനിക്കറിയാം. അതുകൊണ്ട് ആശാൻ പറയുന്നത് 100% ശരിയാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, എന്തും കാണിച്ചോട്ടെ. ആശാൻ ആശാന്റെ രീതിക്ക് മുന്നോട്ട് പോയാ മതി. ശാലിനിയോടുള്ള വാശി അതാണ് അമ്മയെ കല്യാണം വരെ എത്തിച്ചത്. അതിന് അമ്മയെ കുറ്റം പറയാൻ പറ്റുമോ? അതുമില്ല. അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശാലിനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്തടത്തോളം എനിക്ക് അമ്മയെ എതിർക്കാനും കഴിയില്ലല്ലോ. വല്ലാത്തൊരു ധർമ്മസങ്കടത്തില ഓരോ ദിവസവും തള്ളി നീക്കുന്ന. എല്ലാം ശരിയോ എന്റെ ആശാനെ? ഇപ്പൊ തന്നെ എന്റെ പെങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ? ഇനി ഇവിടെ എത്ര ദിവസം കിടക്കണമെന്നോ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരു ഉറപ്പിൽ അങ്ങ് നിൽക്കുക. ഞാൻ നിൽക്കുന്ന എന്റെ കാര്യത്തിന് അങ്ങനെ ഒരു ഉറപ്പില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അതും ശരിയാ. എന്നാൽ നമുക്ക് അകത്ത് കയറി ഇരിക്കാം. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവർ നമ്മളെ തിരക്കും. അത് ശരിയാ. വാ, നമുക്ക് അകത്തേക്ക് പോവാം. അവിടെ ആശാനെ, ഞാൻ ആ ലാബ് വരെ ഒന്ന് പോയിട്ട് വരാം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആശാൻ ഒന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്തേക്കണേ. നീ പോയിട്ടോ. ആ മരുന്ന് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞ എടാ, നിന്നോട് പോയിക്കോളാനല്ലേ പറഞ്ഞു. ഞാനില്ലേ ഇവിടെ. അതിപ്പോ ചെല്ലടാ, ഞാനില്ലേ ഇവിടെ. ചെല്ല്. എന്തു പറ്റിയത്? ഒരു ആക്സിഡന്റ് കേസാ. കൂട്ടത്തിലാരും ഇല്ല. ഓ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.